ഈ ഒരു ടാങ്കിൽ ഇതേ നമ്മുടെ ഫുൾ ഗോൾഡ് അത്യാവശ്യം നല്ല രീതിയിൽ ബ്രീഡായിരിക്കുകയാണ് കേട്ടോ. ഫുൾ ഗോൾഡ് നല്ല രീതിയിൽ ഫുഡ് അടിക്കുന്നുണ്ട് കേട്ടോ ഇവൻ. അപ്പോൾ ഇവൻ്റെ വീഡിയോസൊക്കെ നമുക്ക് ഷോർട്സ് ആയിട്ട് ഇടാറുണ്ട്. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടക്കുന്നൊക്കെ സെർലാക്കൊക്കെ കഴിച്ചിട്ട് ക്ഷീണം കാരണം രണ്ടുപേരും നല്ല സ്നേഹപ്രകടനത്തിലാണ് കേട്ടോ. പിന്നെ ഇവൻ്റെ DNA എടുക്കണം. ഇപ്പം മെയിലാണോ ഫീമെയിലാണോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ DNA എടുത്തിട്ട് വേണം നമുക്കതൊന്ന് കൺഫേം ചെയ്യാനായിട്ട്. KVM Aquaticsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ നിങ്ങളോടൊക്കെ പറയാനുള്ള ഈദ് ഇന്നലെ കഴിഞ്ഞു. പക്ഷെ എന്റെ ചാനലിന്റെ പേരിലും ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഈദ് മുബാറക്ക് നേരെയാണ്. അപ്പൊ എല്ലാവരും ഈദ് അടിപൊളിയായിട്ട് ആഘോഷിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലെ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഗപ്പീസ് ആണെന്നുണ്ടെങ്കിലും ബെറ്റാസ് ആണെങ്കിലും ഷുഗർ ഗ്ലൈഡർ ആണെന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ തത്തയാണെങ്കിലും എല്ലാത്തിനും ഇന്നത്തെ വീഡിയോയുടെ കാണിക്കുന്നുണ്ട്. കാരണം കുറച്ചായി നമ്മുടെ ഫാമിലി വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വേണ്ടി കാണാം. കാരണം ഒരുപാടധികം പെറ്റ്സ് ഇന്ന് നിങ്ങളുടെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യമേ തന്നെ എന്നെ KVM Aquatics ആക്കിയുള്ള ഗപ്പീസിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബ്രൂഡ് സ്റ്റോക്ക് ഒക്കെ ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം കുഞ്ഞുങ്ങൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഇത് നമ്മുടെ AFR, ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയാണ്. പിന്നെ ഇവിടെ റെഡ് ഡ്രാഗൺ കിടക്കുന്നുണ്ട്. ഈ ഒരു ടാങ്കിൽ ഇതേ നമ്മുടെ ഫുൾ ഗോൾഡ് അത്യാവശ്യം നല്ല രീതിയിൽ ബ്രീഡായിരിക്കുകയാണ് കേട്ടോ. ഫുൾ ഗോൾഡ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകൾക്ക് മുന്നേ നമ്മൾ ബ്രീഡിംഗ് കേജിലാക്കിയായിരുന്നു, കണ്ടില്ലേ? ഇവിടെ എല്ലാ കുഞ്ഞുങ്ങളുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കുഞ്ഞുങ്ങളും ഉണ്ട്. നമുക്ക് AFRും ബ്രീഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ താഴത്ത് ഫ്രിഡ്ജ് ബോക്സിൽ ഇട്ടേക്കാണ്. പിന്നെ ഇത് ഇവിടെ എല്ലാം കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ബ്ലൂ ഡയമണ്ടിന്റെ ഡംബോ. ഇതും അത്യാവശ്യം ബ്രീഡായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ കണ്ടോ, കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് എൻ്റെ ചെറിയ രീതിയിൽ മൂക്കടപ്പും കാര്യങ്ങളൊക്കെയാണ്. അതാണ് ചെറിയ രീതിയിൽ ശബ്ദം മാറിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ പല വെറൈറ്റീസും ബ്രീഡായിരിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്നേക് സ്കിൻ, റെഡ് സ്നേക് സ്കിൻ, അതും അത്യാവശ്യം ബ്രീഡായിട്ടുണ്ട്. അപ്പം നമ്മുടെ ബ്രൂഡ് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ ബ്രീഡൊക്കെ ആയിട്ട് ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ ഷ്രിമ്പൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രീഡായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഷ്രിമ്പൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രീഡായി തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. പിന്നെ ഇത് നമ്മുടെ ആമക്കൂട്ടൻ്റെ ടാങ്കാണ് കേട്ടോ. അവനെവിടെ കാണാനില്ലല്ലോ. അതേ ഇരിക്കുന്നത്. നല്ല ഫുഡ് അടിയാണേ. എന്തുപോലെ ഫുഡ് അടിക്കുമെന്ന് അറിയാം. നമ്മുടെ റെഡ് ഇയർ സൈഡർ പോലെ ഒന്നും അല്ല, നല്ല രീതിയിൽ ഫുഡ് അടിക്കുന്നുണ്ട് കേട്ടോ ഇവൻ. അപ്പോൾ ഇവൻ്റെ വീഡിയോസൊക്കെ നമുക്ക് ഷോർട്സ് ആയിട്ട് ഇടാറുണ്ട്. ഇവനെ നമുക്ക് പാടത്തുനിന്ന് കിട്ടിയാണ് കേട്ടോ. ചെറിയ കുഞ്ഞാണ്. ഇത്രയേ ഉള്ളൂ ഇവൻ്റെ സൈസ് എന്ന് പറയുന്നത്. എന്തായാലും അവനവിടെ നിൽക്കട്ടെ. ഇവൻ്റെ ഫീഡിങ് വീഡിയോ ഒക്കെ നമ്മൾ ഷോർട്സ് ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫിഷൊക്കെ പൊതുവേ കുറവാണ്, സെറ്റായി വരുന്നേ ഉള്ളൂ. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് ഉണ്ട് കേട്ടോ. റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷത്തെ സൈസൊക്കെ കയറി വരുന്നുണ്ട്. ഫീഡൊക്കെ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. ഇതിലും കിടക്കുന്നുണ്ട് കേട്ടോ. ഒരുത്തൻ കണ്ടില്ലേ, ഉഷാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഫീഡിങ് വീഡിയോസൊക്കെ നമ്മൾ ഷോർട്സ് ആയിട്ടാണ് കേട്ടോ പൊതുവേ അറിയിക്കാറുള്ളത്, കണ്ടില്ലേ? പിന്നെ വീഡിയോ ഒറ്റക്കാണ് എടുക്കുന്നത്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു റൂമിലാണ് നമ്മുടെ ഷുഗർ ഗ്ലൈഡർ ഇരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടക്കുന്നൊക്കെ സെർലാക്കൊക്കെ കഴിച്ചിട്ട് ക്ഷീണം കാരണം രണ്ടുപേരും നല്ല സ്നേഹപ്രകടനത്തിനാണ് കേട്ടോ. എന്തായാലും അവരെ നമുക്കൊന്ന് പുറത്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഫാൾക്കോൻ എടുക്കാം കേട്ടോ. ഉള്ളതിൽ കുറച്ച് സൈസ് കൂടിയ നമ്മുടെ ഫാൾക്കോ ആണേ. കൂട്ടുന്ന് വരാൻ മടിയാ. ഫുൾ ടൈം ഉറക്കം എന്നുള്ള മൈൻഡ് ആയിട്ടുണ്ട് രണ്ടുപേർക്കും. പുറത്തേക്കൊന്നും ഇറങ്ങണം എന്ന് തന്നെ ഒരു ചിന്തയില്ല. കുഴിമടിയന്മാരാണ് രണ്ടുപേരും. ഏതാണ് കേട്ടോ നമ്മുടെ ഫാൾക്കോ. രണ്ടുപേരുണ്ട്. അതിൽ സൈസ് കൂടിയതാണ് നമ്മുടെ ഫാൾക്കോ എന്ന് പറയുന്നത്. ഇങ്ങോട്ട് പോടാ, പോ പരിചയപ്പെടുത്തി കൊടുക്കട്ടെ. അതാണ് നമ്മുടെ ഫാൾക്കോ കേട്ടോ. ഷുഗർ ഗ്ലൈഡർ ആണ്. ഷുഗർ ഗ്ലൈഡറിന്റെ ഗ്രേ വെറൈറ്റി ആണ്. അപ്പോൾ പല ആളുകളും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷുഗർ ഗ്ലൈഡർ ഇപ്പോൾ സെയിലിനുണ്ടോന്ന്. ഇവരുടെയൊക്കെ ബേബീസ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം സ്റ്റോക്കും കാര്യങ്ങളും ഉണ്ട്. കറക്റ്റ് ക്വാളിറ്റിയോട് ചെയ്യുന്ന ബ്രീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഒക്കെ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ ഷുഗർ ഗ്ലൈഡർ മേടിക്കാൻ താല്പര്യമുള്ളവർ ഈ ഒരു കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഗ്ലൈഡിങ് കാണാം. അളിയന് മൂടില്ലാതിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്ലൈഡ് ചെയ്ത് കാണിച്ചു തന്നേനെ. ചിലപ്പോൾ ചാടാൻ ചാൻസ് ഉണ്ട്. അവനിങ്ങനെ തപ്പുന്നുണ്ട്. ഈ ചുമരുമ്മ കൂടെയൊക്കെ എങ്ങനെയാണോ യുവന്മാർ നടക്കുന്നത്? ഓ ചാടി, ഞാൻ പറഞ്ഞു ചാടി. നമ്മുടെ ചെക്കനാണ് കേട്ടോ. പിന്നെ ഒരുത്തം കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവൻ്റെ പേര് നമ്മൾ ഇട്ടിട്ടുള്ളത് റൂബി എന്നാണ് കേട്ടോ. റൂബി ബാ.
ഷുഗർ ലൈഡർ വളരെ ക്യൂട്ടായിട്ടുള്ള പെറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കും സിമ്പിളായിട്ട് വളർത്താവുന്നേ ഉള്ളൂ. സെർലാക്കാണ് ഇവരുടെ തീറ്റ എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തു പോരാൻ പറ്റും. അടിപൊളി പെറ്റാണ് കേട്ടോ. പോടാ കണ്ട അവരുടെ സ്നേഹപ്രകടനം തുടങ്ങി. വളരെ ക്യൂട്ടാണ് കേട്ടോ. നല്ല രീതിയിൽ സൈസ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷുഗർ ലൈഡർ. ഇപ്പോൾ ടെയിലാണെങ്കിൽ തന്നെ നമ്മുടെ കൈപ്പത്തിനേക്കാൾ സൈസൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഇവർക്ക് 2 ഫീമെയിൽസിന് കൊടുക്കുന്നുണ്ട്. ഇത് 2 മെയിലാണ് കേട്ടോ. ഒന്ന് നമ്മുടെ കസ്റ്റമർക്ക് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ആള് ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തന്നെ തന്നിട്ടുള്ളതാണ്. പിന്നെ ഒന്ന് നമ്മൾ ആദ്യം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതുമാണ്. എന്തായാലും ഇവർക്കൊരു ഫീമെയിൽസിനെ വാങ്ങിയിടണം. കുറച്ചായി വിചാരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ വാങ്ങിയിടണം. ഇവരുടെ ബ്രീഡിംഗ് ഒക്കെ നമുക്ക് തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. എന്തായാലും അവന്മാരെ കൂടുതൽ ഡിസ്റ്റർബ് പഠിപ്പിക്കണ്ട, മെല്ലെ കൂട്ടിലേക്ക് തന്നെ വിട്ടുകൊടുക്കാം കേട്ടോ. ഫൾക്കോ വാ, ഫൾക്കോ ഫൾക്കോ. നല്ല നഖമുണ്ട് കേട്ടോ, കൈ നല്ല വേദനയാണേ. എന്തായാലും അവന്മാരെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബെറ്റാസിനെ കണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ബെറ്റാസൊക്കെ ബ്രീഡിങ്ങിന് റെഡി ആവുന്നുണ്ട്. എന്തായാലും ബെറ്റാസിൻ്റെ ബ്രീഡിങ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇപ്പുറത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ള ഷ്രിമ്പിനെ മാറ്റിയിട്ടേക്കുന്ന ഒരു ബേസിനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇപ്പോൾ ഒരു 10 പേര് ചോക്കോ ബ്ലാക്ക് ഷ്രിമ്പ് അവൈലബിൾ ആണ്. ഞാൻ ഒന്ന് പിടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഏകദേശം അവരുടെ സൈസും കാര്യങ്ങളൊക്കെ ഈ ഒരു പാത്രത്തിലിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കാണുന്ന ഷ്രിമ്പുകളാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സെയിം സൈസാണ്, സെയിം ക്വാളിറ്റിയാണ്, എല്ലാം ബ്ലാക്ക് കളറിൽ തന്നെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ട്രാൻസ്പെറൻറ്റ് ഇപ്പോൾ വളരെ കുറവേ ഇറങ്ങുന്നുള്ളൂ. കണ്ടില്ലേ, ഈ ഒരു സെയിം സൈസാണ്, ഫസ്റ്റ് ബ്രീഡിങ് സൈസാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്ന ഒരു കോംബോ ഓഫറിനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പേർ എടുക്കുകയാണെങ്കിൽ ഇൻക്ലൂഡിങ് കൊറിയർ നമ്മൾ 800 രൂപയ്ക്ക് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ ഒരു കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എന്തായാലും അവരെ മെല്ലെ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അവരങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കാണാനുള്ളത് നമ്മുടെ പുതിയ ആളാണ് കേട്ടോ. ആളെ ഞാൻ ആരാണെന്നൊക്കെ പറഞ്ഞു തരാം, കാണിച്ചു തരാം. പിന്നെ ഗപ്പീസിനെ ഞാൻ കാണിച്ചു തന്നു, ഷ്രിംപ്സ് കാണിച്ചു തന്നു. ഇനി കാണാനുള്ളത് നമ്മുടെ തത്തയാണ് കേട്ടോ. നമ്മളിപ്പോൾ എടുത്ത് വാങ്ങിയിട്ടുള്ള പൈനാപ്പിൾ കൊഞ്ഞൂറ്. ആൾ അത്യാവശ്യം തൂവലൊക്കെ വന്നിട്ട് അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ആളെയാണ് നിങ്ങൾ ഇനി അടുത്തായി കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ നമ്മുടെ മെല്ലെ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ വേറെ ഗീവേനെ കുറിച്ചിട്ട് പറയാനുണ്ട്. പിന്നെ കുറച്ച് അപ്ഡേറ്റ്സ് ഞാൻ തരാം. എന്തായാലും ആദ്യം നമുക്ക് തത്തയെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ തത്തയെ വാങ്ങുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐക്കാർഡിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇവനിപ്പോൾ ഇത്രയും സൈസ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തത്ത ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സൈസിൽ വന്നിട്ടുണ്ട്. ഫെദറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ചെറിയ രീതിയിലൊക്കെ ഫ്ലൈ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഹാൻഡ് ഫീഡിങ്ങിൻ്റെ ടൈമിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വീണിട്ട് ഇവൻ്റെ കാലൊന്ന് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കാല് ശരിയായി വരുന്നേ ഉള്ളൂ. ഇപ്പോഴും ഫുള്ളായിട്ട് നടക്കാനും തുടങ്ങിയിട്ടില്ല. കറക്റ്റ് അപ്പിട്ടിട്ടുണ്ട്, കയ്യിലേക്ക് അവഞ്ഞ ഭാഗ്യം. എന്തായാലും ഇതേ ചെക്കൻ്റെ അപ്ഡേറ്റ് ഇതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫെദറൊക്കെ വന്നിട്ട് ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഇതേ മാറി കണ്ടോ, അത്യാവശ്യം ഫെദറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ റെഡ് കളർ കയറിയിട്ടുണ്ട്. ഇത് നമ്മുടെ റെഡ് ഫാക്ടറി പൈനാപ്പിൾ കൊന്നൂറാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇതാണ് നമ്മുടെ റെഡ് ഫാക്ടറി പൈനാപ്പിൾ കൊന്നൂർ എന്ന് പറയുന്നത്. ഇവൻ്റെ ഇവിടെ കണ്ടില്ലേ, റെഡ് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഇവൻ്റെ DNA എടുക്കണം. ഇപ്പം മെയിലാണോ ഫീമെയിലാണോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ DNA എടുത്തിട്ട് വേണം നമുക്കതൊന്ന് കൺഫേം ചെയ്യാനായിട്ട്. പിന്നെ ഇവനൊരു കേജ് മേടിക്കണം. ഇപ്പോൾ തൽക്കാലം നമ്മളൊരു അക്കോർഡത്തിലാണ് ഇവനെ ഹാൻഡ് ഫീഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഇട്ടിട്ടുള്ളത്. എന്തായാലും ഇന്ന് പോയിട്ട് കേജ് എടുക്കണം. പിന്നെ നമ്മളൊരു പർച്ചേസിങ്ങും നടത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ അടുത്തായി വരുന്നുണ്ട് കേട്ടോ. കൈരളി പെറ്റ് ഫാമുമായിട്ടൊരു പുതിയ പർച്ചേസിങ് നടത്തുന്നുണ്ട്. അപ്പോൾ ചെക്ക ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ചെക്ക ഫാമിലൂടെ നടക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഫാമിലെ കുറച്ച് അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ ഈ റൂം എക്സോട്ടിക് പെറ്റ്സിന് വേണ്ടിയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പോവാണ്. ജനലൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഫുൾ എക്സോട്ടിക് പെറ്റ്സ് ഈ റൂമിൽ മൊത്തത്തിൽ ആക്കിയെടുക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനലൊക്കെ അടക്കാനുള്ള നെറ്റും കാര്യങ്ങളും ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉടനെ തന്നെ വരും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെറ്റും കാര്യങ്ങളും വെച്ചിട്ട് ജനലൊക്കെ അടച്ചിട്ട് ഇവിടെ മൊത്തത്തിൽ നമ്മൾ എക്സോട്ടിക് പെറ്റ്സ് ആക്കാൻ വേണ്ടി പോവാണ്. കൂടാതെ ഒരു സർപ്രൈസും കൂടി ഉണ്ട്. വേറെ ഒന്നല്ല, നമ്മളൊരു എക്സോട്ടിക് പെറ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 20-22 തീയതിയൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. വീഡിയോ ഉടനെ തന്നെ വരും. നിങ്ങളുടെ എല്ലാ മൃഗപ്രേമികളുടെയും വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ പുതിയൊരു കിടിലൻ ഗീവേ വരുന്നുണ്ട്. കിടിലൻ ഗീവേ എന്ന് പറയുമ്പോൾ എക്സോട്ടിക് പെറ്റ്സ് തന്നെയാണ് ഗീവേ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി ഫോളോ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ തത്തതെ അവിടെ നിന്നൊരു കരയുന്നുണ്ട്. ചെക്കനെ കൂട്ടിലാക്കണം. എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ മധുരയ്ക്കും എല്ലാവർക്കും ബൈ. ഇവൻ വീഡിയോ എടുക്കാൻ എടുത്തൊന്നും മാറുന്നില്ല കേട്ടോ. നമ്മുടെ പിന്നാലെ നടത്താൻ തന്നെയാണ്. കണ്ടോ, അവൻ്റെ കാലിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നാലെ നടക്കുകയാണേ. ഒരു ബൈ പറ, ബൈ പറ, ബൈ.